കൊറിയൻ ട്രാവലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല കളർഫുള്ളായിട്ടുള്ള പിങ്ക് കളറിലുള്ള അടിപൊളി ഒരു ഐസ്ക്രീമാണ് ഉണ്ടാക്കുന്നത്, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട്. ഐസ്ക്രീം മേക്കർ ഒന്നുമില്ലാതെ തന്നെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് 3 ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്തത് എടുത്തിട്ടുണ്ട്. കണ്ടൻസ് മിൽക്ക് ഒരു 300 ഗ്രാം, അത് സ്വീറ്റൻഡ് ആണ്. അടുത്തത് കോൺഫ്ലവർ, പിന്നെ വേണ്ടത് കോക്കനട്ട് പൗഡർ, പിന്നെ വേണ്ടത് മിൽക്ക് പൗഡർ, തിക്കൻഡ് ക്രീം ഒരു 300 ഗ്രാം, പിന്നെ സ്പ്രിങ്കിൾസ്. ഇനി ഐസ്ക്രീം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു കോഫി പാനിൽ 2 കപ്പ് വെള്ളം എടുത്ത് ചെറുതായിട്ട് ചൂടാക്കുക. അതിനുശേഷം ഒരു ചെറിയ കപ്പ് മിൽക്ക് പൗഡർ കട്ട പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഡ്രാഗൺ ഫ്രൂട്ട് നടുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പരിപാലനം, അതുകൊണ്ടുള്ള സ്മൂത്തി, അങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ഒന്ന് കാണാൻ നല്ലതായിരിക്കും. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. അതിനുശേഷം 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് അല്പം തിക്കായിട്ട് എടുക്കുക. അതിനുശേഷം ഇതൊരു 1 മണിക്കൂറോളം തണുക്കാൻ വെക്കുക. ഇനി ഈ മിൽക്ക് മിക്സ് ഒരു മണിക്കൂറെങ്കിലും മിനിമം നന്നായിട്ട് തണുക്കുക. തണുത്തതിന് ശേഷം ഡ്രാഗൺ ഫ്രൂട്ട് നന്നായിട്ട് അരച്ച് ഇതിനകത്ത് ചേർത്ത് നമ്മളിനി ഫ്രീസറിൽ വെച്ച് മിനിമം ഒരു ദിവസമെങ്കിലും മിനിമം നല്ലപോലെ തണുപ്പിച്ച് പുറത്തെടുത്ത് വേണം അടുത്ത ഒരു സ്റ്റേജിലേക്ക് നമുക്ക് പോകാനുണ്ട്. ഈ ഐസ്ക്രീം മിക്സിനകത്ത് പഞ്ചസാര ചേർത്തിട്ടില്ല, കാരണം കണ്ടൻസ് മിൽക്കിനകത്ത് നല്ലപോലെ പഞ്ചസാര സ്വീറ്റൻഡ് ആയതുകൊണ്ട് ആണ് പഞ്ചസാര ഉപയോഗിക്കാത്തത്. അപ്പോൾ പഞ്ചസാര ഇഷ്ടമുള്ളവർ ആവശ്യാനുസരണം പഞ്ചസാര ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. റെഡ് കളറിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് മിക്സ് പാലിൻ്റെ മിക്സുമായിട്ട് യോജിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല പിങ്ക് കളറാവും. അപ്പം ഈ ഐസ്ക്രീം കാണാനെ കൊണ്ട് നല്ല രസമായിരിക്കും. പിങ്ക് കളറിലുള്ള നല്ല അടിപൊളി ഐസ്ക്രീം. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്ത ഐസ്ക്രീമിൻ്റെ മിക്സറാണ് കാണുന്നത്. ഈ ഫ്രോസൺ മിക്സ് ചെറിയ കഷണങ്ങളാക്കി വീണ്ടും ഒന്നുകൂടി അരയ്ക്കണം. ഒരു ചെറിയ തണ്ടിൽ നിന്ന് മുളപ്പിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഏകദേശം 1 വർഷത്തിനകം അതിൽ ഫ്രൂട്ട് ഉണ്ടാവും. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒരു 3-4 ഫ്രൂട്ടെങ്കിലും മിനിമം ഉണ്ടാവും. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നട്ട് വളർത്താവുന്ന ഒരു ചെടിയാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട്. സക്കുലൻ്റ് ആയതുകൊണ്ട് അതിന് വലിയ കെയറൊന്നും വേണ്ട. വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ്. വെള്ളം ഇല്ലെങ്കിൽ തന്നെ അത് സർവൈവ് ചെയ്തോളും. അപ്പോൾ ഇതൊരു ചെറിയ ഒരെണ്ണം നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെനിഫിറ്റ്സാണ്. ഒരു ഗ്യാരൻറ്റീഡാണ് ഇതിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നട്ട് വളർത്താൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും ഈ ഡ്രാഗൺ ഫ്രൂട്ട്. അപ്പോൾ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഐസ്ക്രീം മിക്സ് അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് നന്നായിട്ട് കട്ടയില്ലാതെ അരച്ചെടുക്കണം. കൊറിയൻ ട്രാവലിൻ്റെ ഫേസ്ബുക്ക് പേജ് എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അതിനകത്ത് റെഡ്, പർപ്പിൾ, വൈറ്റ്, യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ടുകളുടെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് തിക്കൻഡ് ക്രീം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഐസ് ബ്ലോക്സിൻ്റെ മുകളിൽ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പം നന്നായിട്ട് സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അപ്പം ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്ന ഈ മിക്സ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് അരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക്
ഒഴിക്കുകയാണ്. അപ്പോൾ റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ് ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വൈറ്റ് കളറുള്ള മിക്സും കൂടെ അതിലേക്ക് ചേർന്ന് കഴിയുമ്പോൾ നല്ല അടിപൊളി പിങ്ക് കളറിലേക്ക് മാറും. 6 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്ത ഐസ്ക്രീമാണ് ഈ കാണുന്നത്. നല്ല കൺസിസ്റ്റൻസിയൊക്കെ നല്ല കറക്റ്റായിട്ടുണ്ട്. ഐസ്ക്രീമിൻ്റെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വെച്ചത് നല്ല സോളിഡായിട്ട് ഇരിക്കുന്ന ഐസ്ക്രീമാണ് നമ്മൾ മുറിച്ച് നമ്മൾ കട്ട് ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തത്. നന്നായിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും കട്ടിയില്ല, നല്ല ഈസി ആയിട്ട് അതിൽ നിന്ന് വിട്ടു പോരുന്നുണ്ട്. അപ്പോൾ അഥവാ ഇങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് 6 മണിക്കൂർ ഫ്രീസ് ചെയ്തതിന് ശേഷം ഒന്ന് ഇച്ചിരി വെളിയിൽ വെച്ചാൽ മതി. നമുക്ക് ഈസി ആയിട്ട് സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഐസ്ക്രീമിലേക്ക് അല്പം സ്പ്രിങ്കിൾസ് ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് കോക്കനട്ട് ഐസ്ക്രീം റെഡി ആയിരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഐസ്ക്രീമിന് നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ട്. അടിപൊളിയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പുതിയ ടേസ്റ്റാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീമിനെ പറ്റിയുള്ള ഈ ഷോർട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.